രാവിലെ പൊങ്കാല മേടിക്കാൻ പോകാനുള്ള ഹോട്ടലിലാണ് ഗൈസ്. അച്ഛൻ്റെ കുട്ടിയിരിക്കുന്നില്ലേ, അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ പൊങ്കാല ഇടാൻ പറ്റിയില്ല. ഞാൻ കരുതി പൊങ്കാല വാങ്ങാൻ പോകാൻ പറ്റും. അങ്ങനെ പൊങ്കാല വാങ്ങാൻ പോകാണ്ട് അവിടെ എല്ലാം കഴിഞ്ഞ് പൊങ്കാലൊക്കെ കഴിഞ്ഞ് തീർന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ചെല്ലത്തേക്ക് മുത്തുമണിയിൽ ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ സൈഡ് പൊങ്കാല മേടിച്ച് കഴിഞ്ഞിരുന്നു, അപ്പുറത്തെ സൈഡ് മേടിക്കുന്നേ ഉള്ളു. അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് പേര് പൊങ്കാല വാങ്ങി. അതിനുശേഷം പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി കഴിച്ചിട്ട് പോവാമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. കർപ്പൂരമായാലും ചന്ദനത്തിരിയായാലും അതെല്ലാം അമ്മയുടെ സന്നിധിയിൽ നൽകിയ ശേഷമാണ് പൊങ്കാല ചോറുമായി മടങ്ങേണ്ടത്. പൊങ്കാല എന്നത് ഇവിടുത്തെ അനൗൺസ്മെന്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഏത് ചേട്ടനാണെന്ന് അറിയത്തില്ല, നല്ല അനൗൺസ്മെന്റ് ആയിരുന്നു. എനിക്ക് കേട്ട് നിൽക്കാൻ തോന്നും നമുക്കത് കേൾക്കുമ്പോൾ. പൊങ്കാലയുടെ മഹാത്മ്യമൊക്കെ പറഞ്ഞ് നല്ലൊരു വൈബായിരുന്നു. പിന്നെ അതൊക്കെ കേട്ട് കുറച്ചു നേരം അവിടെ നിന്നും അതിനുശേഷം പൊങ്കാല ഇട്ടവർക്ക് ഫസ്റ്റ് പ്രഭാത ഭക്ഷണം കൊടുക്കാനായിട്ട് ക്യൂല് നിൽക്കുവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ വന്നേലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇടി ഉണ്ടാക്കാൻ കരുതിയിട്ട് മാറി നിൽക്കുകയാണ്. ഇവിടേക്ക് അതിനിടയിൽ ഇവിടേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് എന്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ പൊങ്കാലയെല്ലാം മേടിച്ച് കഴിഞ്ഞു തോന്നുന്നു. വലിയ തിരക്ക് തോന്നിക്കുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ ക്യൂല് പോയി നിന്നു. അപ്പം ക്യൂവിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാനും ക്യൂവിൽ കയറി നിൽക്കുവാണ്. കുറച്ചു നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. വെയിലിന്റെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു, എങ്കിൽ പോലും സാരമില്ല. അയ്യോ, ഫൈനലി ഇതാ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെങ്കിലും ക്യൂവിൽ ഇടിച്ചൊക്കെ നിന്ന് ഇതാ ഫൈനലി എത്തിയിരിക്കുന്നു. ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു പ്രഭാത ഭക്ഷണമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെന്താ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഞാൻ എന്താ തിരിച്ചിറങ്ങി. അയ്യോ, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് എത്തിയാൽ മതി കേട്ടോ. ഭയങ്കര ചൂട്. ക്യൂലും കൂടെയൊക്കെ നിന്നുമ്പോഴത്തേക്ക് അതിഭീകരമായിട്ടുള്ള ചൂട്. വെയിലില്ല, പക്ഷെ ചൂട് നല്ല രീതിക്കുണ്ട്. ഞാൻ അവിടുത്തെ തോടൊന്നും എടുക്കാതെന്ന് പറഞ്ഞ് ക്യാമറ തിരിച്ചപ്പോഴത്തേക്കും അവിടെ വയലിൽ പണിക്കാൻ വേണ്ടി നിന്ന് അപ്പൂപ്പ വിചാരിച്ചു അപ്പൂപ്പനെ ഞാൻ ഫോട്ടോ എടുക്കുവാണെന്ന്. അങ്ങനെ അപ്പൂപ്പ സ്റ്റഡി ആയിട്ട് നിന്നു കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ കളിയാക്കി ചിരിച്ചിട്ടൊക്കെ പോവാണ്. അയ്യോ, അങ്ങനെ എങ്ങനെയെങ്കിലും ഫൈനലി വീട്ടിലെത്തി. ഞാൻ പ്രഭാത ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തട്ടോ. ഞാൻ കഴിച്ചില്ലായിരുന്നു. പിന്നെ പൊങ്കാല വാങ്ങിയത് ഇതാണ്. ഇത് മിക്സ് ആയിട്ടുള്ള പൊങ്കാലയാണ്, മിക്സ്ഡ് പൊങ്കാലയാണ്. അതായത് പല ടൈപ്പ് വെറൈറ്റി കളറിലുള്ള പൊങ്കാലയാണ്, മൾട്ടി കളർ പൊങ്കാലയാണ്. ടേസ്റ്റും അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റുകളുള്ള പൊങ്കാലയായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് പൊങ്കാല കഴിക്കാൻ. അങ്ങനെ ഞാൻ പൊങ്കാല കഴിക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾ ആരും കൊതിയിടരുത്. അപ്പം നമുക്ക് അന്നദാനത്തിൽ പോയിട്ട് വരാം ഗൈസ്. ഞാൻ അന്നദാനത്തിൽ പോയിട്ട് വരാം. കുറേ ദിവസമായിട്ട് ആയിരിക്കും അന്നദാനത്തിൽ ഇന്ന് എന്തായാലും പോയിട്ട് വരാം.
അങ്ങനെ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കുവാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും രണ്ടേ കാലൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അതായത് 12 മണിക്ക് അന്നദാനം തുടങ്ങി. പക്ഷെ ഞാൻ 2 കാലൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പം ക്യാമറ എടുക്കുന്ന അന്നുകൊണ്ട് എന്റെ ബാക്കിൽ നിന്ന് ചേച്ചി ഓടിത്തള്ളി. അങ്ങനെ എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. ഞാൻ ഇരിക്കുവാണ് കേട്ടോ. തിരക്കധികം കുറവായതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് കൊണ്ടിരിക്കാൻ, ഒരുപാട് കസാര കിടക്കൊണ്ടിരിക്കാനായിട്ട്. ഞാൻ ഇരുന്ന് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഇപ്പുറത്തൊക്കെ ആള് ഫില്ലായത്. സോ അപ്പോൾ ആളെത്തുന്നതിന് മുന്നേ ഞാൻ കുറച്ചൊന്നൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അത്യാവശ്യം കിട്ടുന്ന രീതിയിലൊക്കെ എടുത്തു. ഇലയിട്ടു എല്ലാം വിളമ്പി. പയറ് തോരനുണ്ട്, സാലഡ് ഉണ്ട്, അവിയലിട്ടേക്കുന്നു, പിന്നെ അച്ചാറുണ്ട്, ഇഞ്ചി അച്ചാറുണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ്, എന്തൊക്കെയോ പേരറിയാത്ത കറികൾ. പിന്നെ പഴം വെച്ചേക്കുന്നു. ചോറിട്ടു, പരിപ്പൊഴിച്ചു. അങ്ങനെ ചോറും പരിപ്പും കൂട്ടി ഞാനൊന്ന് തട്ടട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മ വരാത്തത് കൊണ്ട് ഞാൻ അമ്മയ്ക്കും കൂടി വേടിക്കാനായിട്ട് പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പാത്രങ്ങളെല്ലാം വെച്ചപ്പോൾ അവരതിനകത്ത് തന്നെ ഫുഡ് അതിനകത്തെല്ലാം അവർ വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് എൻ്റെ തൊട്ടിപ്പുറത്ത് ഇരുന്ന ഒരു ചേട്ടൻ, അതായത് ഞാൻ പപ്പടം എത്തി, ഇനി പപ്പടവും കൂട്ടിയൊന്ന് തട്ടാം. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് എൻ്റെ ഇപ്പുറത്ത് ഇരുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, എന്തു ചെയ്യുന്നു ചോറ് കഴിക്കാതെ? എന്നാ ഇപ്പൊ പുള്ളിക്കാരൻ ചോദിക്കും. പുള്ളിക്കാരനൊരു ഡൗട്ട്, ഞാൻ എന്തു കാണിക്കുന്നെന്ന്. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കുന്നു, യൂട്യൂബിൽ ഇടാനാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ ചേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരിത്. പിന്നെ ഞാൻ വെച്ചിരുന്ന പാത്രങ്ങളിലൊക്കെ ആ ചേട്ടൻ തന്നെയാണ് എല്ലാവരെയും കൊണ്ട് ഫുഡ് കൊണ്ടുവന്നവരുടെ അടുത്തൊക്കെ ഓരോന്ന് വിളമ്പാൻ പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, വൈകുന്നേരം വന്നാല് പതുക്കെ ഘോഷയാത്രയൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ എടുക്കാന്ന് പറഞ്ഞു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പായസം കൊണ്ടുവരുന്നു. അപ്പൊ പായസം കൊണ്ടുവരുന്നുണ്ടപ്പോ ഞാൻ ചോറ് സൈഡിനോട്ട് അങ്ങ് ഒതുക്കി. അടപ്രഥമനായിരുന്നു. ഞാൻ പപ്പടം പരിപ്പിന്റെ കൂടെ കഴിച്ചത് കൊണ്ട് എനിക്ക് പപ്പടം പ്രഥമനില് മിക്സ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും സാരമില്ല, നല്ലതുപോലെ കഴിക്കാൻ പറ്റി. അത് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം. ഫുഡൊക്കെ കൊള്ളായിരുന്നു, നല്ല അന്നദാനമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനി വീട്ടിലോട്ട് പോവേനി സമാധാനമായിട്ടൊരു ഉറക്കം, അതിനുശേഷം ബാക്കി. ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോ തന്നെ കഴിച്ചതെല്ലാം ദഹിക്കും ഗൈസ്. അതുപോലത്തെ സ്റ്റെപ്പാണ്, 18-ാം പടി പോലത്തെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കഴിച്ചതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഒരു ശമനം കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാന്ന് വിചാരിച്ചു. എന്നാൽ അപ്പുറത്തെ വശത്തോട് വരാൻ പറ്റും, എങ്കിലും എനിക്ക് സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാൻ എന്തോ ഒരു ത്വര. അങ്ങനെ ഞാൻ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി. ഈ സ്റ്റെപ്പാണ് ഗൈസ് 18-ാം പടി പോലത്തെ സ്റ്റെപ്പ്. ഇവിടുത്തെ അമ്പലക്കുളം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. ജാലരന്ധ്രങ്ങളുടെ നല്ല ആഴമുള്ള കുളമാണ്. പണ്ട് ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ചെറുതില് ഒരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ വന്നിട്ടില്ല. നല്ല ആഴമുള്ള കുളമാണ് കേട്ടോ. ഇവിടെ ആരും കുളിക്കാനൊന്നും ഇറങ്ങത്തില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇതിന്റെ അവസ്ഥ കണ്ടിട്ട് ഇറങ്ങുമെന്നും തോന്നുന്നില്ല. എന്തായാലും ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ വന്നൊന്ന് കാണാമെന്ന്. ഫുള്ള് വയൽ ഏരിയയാണ് കേട്ടോ. വാഴത്തോട്ടം, വയലിന്റെ അവിടെയാണ് ഈ അമ്പലം വരുന്നത്. അമ്പലം ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് നല്ല ലോഡാണ്. എവിടെയാണ് അമ്പലം വരുന്നത്, ആ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഞാൻ വന്നത് കേട്ടോ. ചെറുതിലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. ഇതില്ലായിരുന്നു, വഴി വേറെ ആയിരുന്നു. വഴി അമ്പലമായിരുന്നു. ഞാൻ ഇവിടെ
വിചാരിച്ചാൽ എന്നിവൾ കേറ്റമെന്നുമേ ഇളകാത്ത ഭക്തിയുണ്ടെന്നാകില്ലോ എന്നേരത്തിങ്കലും ഞാനും നിശ്ചിത്തിരിക്കയാൽ എന്നോളം വയലാണ് പോകുന്നത് കേട്ടോ. മൊത്തം കുറേ പേര് എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ കാണിക്കുന്നറിയാം. നല്ല അന്നദാനമായിരുന്നു. പായസം ഉൾപ്പെടെ നിങ്ങൾ കണ്ടല്ലോ എല്ലാം. നല്ല അന്നദാനമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറ് നിറയെ കഴിച്ച് സന്തോഷം സമാധാനം. കുറച്ച് ഞാൻ മേടിക്കുകയും ചെയ്തു വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അമ്മ പറഞ്ഞില്ല അന്നദാനത്തിന്, ഞാൻ മാത്രമേ വന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് ഞാൻ മേടിച്ചു. വന്നപ്പോൾ കുറച്ച് പാത്രം കൂടി കൊണ്ടുവന്നു അമ്മയ്ക്കും കൂടി അന്നദാനം മേടിക്കാനായിട്ട്. സോ ഹാപ്പിയാണ്. നല്ല അന്നദാനമായിരുന്നു. ഞാൻ വന്നപ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു. 12 മണിക്ക് അന്നദാനം തുടങ്ങി. ഞാൻ വന്നപ്പോൾ 2:15 ആയി വന്നപ്പോൾ. അതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റി, തിരക്ക് കുറവായതുകൊണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ. ഫുള്ള് വയൽ ഏരിയ കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. വാഴത്തോട്ടം. ആ കാണുന്ന വഴിയാണ് ഞാൻ കയറിപ്പോണത്. ആ പാലം പോലെ കാണുന്ന വഴിയാണ് എനിക്ക് കയറിപ്പോണത്. നല്ലതുപോലെ പിടിക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ കഴിക്കുന്നത് നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇരുന്ന ഒരു സൈഡിനായിരുന്നത്, അതുകൊണ്ട് എനിക്ക് വളരെയധികം നന്നായിട്ട് പിടിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത്ര മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. ഇതാ ആ വഴിയാണ് എനിക്കിപ്പോൾ ആ റോഡ് അങ്ങ് ഫുള്ള് കയറിപ്പോണം ഗൈസ്. ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ കേട്ടോ. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. നമുക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. നമ്മുടെ നാടല്ലേ, നമുക്കറിയുന്ന സ്ഥലമല്ല. പിന്നെ ഇരിക്കുന്നേ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂടെ ആളില്ലാത്തത് കൊണ്ട്. ഞാൻ ഫുഡ് മേടിക്കാൻ കൂടെ ചെയ്തതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട്. അല്ലാതെ എല്ലാം ഓക്കെ. ഞാൻ കാണിച്ചു തരാം, നല്ലൊരു ഇത് കാണിച്ചു തരാം, നല്ലൊരു വ്യൂ കാണിച്ചു തരാം. ഓക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ്. സെറ്റ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കാട് കണക്കാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം അല്ലേ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെയും വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആകെ ഇത് പണ്ട് മുതലേ ഉള്ള പഴയ വീടാണ്. ഈ വീട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ ഷീറ്റ് ഇട്ട വീട്. അതിന് ശേഷം വന്ന വീടായി ഇപ്പുറത്ത് നടന്ന വീടൊക്കെ. അന്ന് ഞങ്ങൾ ഈ ഇവിടെ ഇപ്പോൾ ഗേറ്റൊക്കെ ഇട്ട് അടച്ചു വെച്ചേക്കുക. പണ്ട് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങൾ പോണത്, അമ്പലത്തിൽ പോകാനായിട്ട് പോകുന്നത്. ഇപ്പം അവർ ഗേറ്റൊക്കെ ഇട്ട് വഴിയൊക്കെ അടച്ചേക്കും. അതുകൊണ്ട് അതിലെപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്താ വീടെത്താറായി. റോഡിൽ വന്നപ്പോഴത്തേക്ക് 2 പേര് അവിടെ നിൽക്കുന്നു. പുതിയ അതിഥികളാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്ക് 2 പേര് ഓടും. അങ്ങനെ ഫൈനലി ഞാൻ വീടെത്തി. നല്ല ക്ഷീണമുണ്ട് നടന്നതിന്റെ. അപ്പം ഇതാണ് എൻ്റെ മുഖമൊക്കെ വാടി ആകെ ഞാൻ തളർന്ന്. ചൂട് ഭയങ്കര ചൂട്. നടന്നപ്പോൾ പിന്നെ അതിഭീകരമായിട്ടുള്ള ചൂട്.
ഇനി എവിടെയെങ്കിലും ഒന്ന് എനിക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഫുഡ് നല്ലതായിരുന്നു, ചൂടായിരുന്നു, സഹിക്കാൻ പറ്റാഞ്ഞത്. അതെന്താ എന്റെ വയറൊക്കെ ലോഡായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികൾ എല്ലാവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു മുത്തുമണീസ്.